AICC ഹൈക്കമാൻഡ് ആരാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ആരെയാണ് മുഖ്യമന്ത്രിയാക്കേണ്ടതെന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനവും അതോടൊപ്പം തന്നെ MP-മാരും മത്സരിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനയും കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിന് ശേഷം ഇത് പിൻവാതിലിലൂടെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ പറഞ്ഞതുപോലെ കുറേയും കൂടെ ഒക്കെ ഒരു ജനായത്ത സംവിധാനം അല്ലെ ജനായത്ത മര്യാദകൾ പാലിക്കുന്നു, കൂടിയാലോചനകൾക്ക് ശേഷം സമവായം സൃഷ്ടിച്ചിട്ടാണ് തങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വിഫല ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പഴയ KPCC പ്രസിഡന്റുമാരെയും തിരുവഞ്ചൂരിനെയൊക്കെ ഇപ്പൊ ഡൽഹിയിലേക്ക് വിളിച്ചിരിക്കുന്നത്. കാരണം ഇത് ഞങ്ങളല്ല കേരളത്തിലുള്ള നേതാക്കന്മാരും കോൺഗ്രസിലെ മുതിർന്ന നേതൃത്വവും കൂട്ടായി എടുത്ത തീരുമാനമാണ് എന്ന ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് അവരെടുക്കാൻ പോകുന്ന തീരുമാനത്തിന്റെ ജാള്യത മറയ്ക്കാനുള്ള ഒരു കുപ്പായം തുന്നാനുള്ള ഒരു ശ്രമമാണ് എന്നാണ് ഇപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്ലെങ്കിൽ ഒരു കാര്യവുമില്ല ഇത്തരത്തിലുള്ള ചർച്ചയുടെ. കാര്യം വ്യക്തമായ ആരാൽ കേരളം ഭരിക്കണമെന്നും ആര് ഭരിക്കണമെന്നും, അതായത് ആര് ഭരിക്കണമെന്നും ആരാൽ ഭരിക്കണമെന്നുള്ള ഒരു വിധിയാണ് കേരളം ഈ 102 സീറ്റിലൂടെ UDF കൊടുത്തിരിക്കുന്നത്. അത് യാതൊരു സംശയമില്ല. പാർലമെന്ററി പാർട്ടി മീറ്റിംഗ് കൂടുമ്പോൾ പാർലമെന്ററി പാർട്ടി എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരുടെ മീറ്റിംഗ് ആണ്. ആ മീറ്റിംഗിൽ എങ്ങനെയാണ് അതിനകത്ത് തെരഞ്ഞെടുക്കപ്പെടാത്ത ഒരു വ്യക്തി ഒരു വിഷയമായി വരുന്നത്? അതിനകത്ത് ഒന്നിലധികം ഇപ്പം VD സതീശനാണ് നയിച്ചത് ടീം UDFനെ. സ്വാഭാവികമായിട്ടും ജനങ്ങൾ നൽകിയിരിക്കുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് VD സതീശനാണ്. അതല്ല ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് പാർട്ടിയെ കുറേയും കൂടെ ഒരു ഗവൺമെന്റ് നയിക്കാൻ പറ്റിയത് മറ്റാരെങ്കിലും ആണെങ്കിൽ രമേശ് ചെന്നിത്തലയുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്. ശശി തരൂർ തെരഞ്ഞെടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം, MP ആണെന്ന് വിചാരിക്കാം. അങ്ങനെ എത്രയോ പേരുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അല്ല യുവാക്കളാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു യുവാവിനെ പോലും പരിഗണിക്കാനുണ്ട് പാർലമെന്ററി പാർട്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ. അതുപോലും ഇല്ലാതെ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി എന്തുകൊണ്ട് KC വേണുഗോപാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൂടെ മത്സരിച്ചില്ല? അനാവശ്യമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പെങ്കിലും ഒഴിവാക്കാമായിരുന്നല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതിന്റെ ഭാരവും നമ്മൾ സഹിക്കണ്ടേ? ഇനിയിപ്പോ 2 തെരഞ്ഞെടുപ്പുകൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ നടക്കണം, മറ്റൊരു തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി രാജിവെക്കണം, അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കണം, അവിടെ രാജിവെച്ച പ്രതിനിധിക്ക് മറ്റേതെങ്കിലും സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സംവിധാനം വേണം. ഇങ്ങനെയാണ് ജനായത്ത സംവിധാനത്തെ എടുത്തിട്ട് വളരെ ദുഷ്ടലാക്കോട് കൂടിയിട്ട് മോശമാക്കുന്നതിന്റെ ചിത്രങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അത്രയും വലിയ ചർച്ചയുടെ ആവശ്യമൊന്നുമില്ലത്. കേരളത്തിലെ ജനങ്ങളാണ് ഹൈക്കമാൻഡ്. ജനങ്ങൾ തീരുമാനിച്ച തീരുമാനത്തെ അത് മനസ്സിലാക്കാനുള്ള ശേഷി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിനോ അല്ലെങ്കിൽ ഹൈക്കമാൻഡിനോ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് നേതൃത്വമാണ്? അതാണിപ്പോ നമ്മൾ അതിന്റെ ഒരു അസംബന്ധ നാടകത്തിന്റെ അവസാനത്തെ മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ രംഗങ്ങളിലൂടെയാണ് നമ്മൾ കേരളം ഇപ്പൊ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതിനെയൊക്കെ കാണാനായിട്ട് കഴിയുള്ളൂ. താങ്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ജനങ്ങൾ വോട്ട് വിജയിപ്പിച്ച ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ നമ്മളെ ഭരിക്കണം എന്നുള്ള കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് ജനങ്ങൾ നടത്തിയതും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ KC വേണുഗോപാലിന്റെ പക്ഷം പറയുന്നത് MLA-മാരുടെ കൂടുതൽ സപ്പോർട്ടും തനിക്കുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ജനങ്ങളുടെ ഒരു സപ്പോർട്ട് അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. താങ്കൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊന്ന് MP-മാർ മത്സരിക്കേണ്ട എന്നുള്ളൊരു നിലപാടിലേക്കൊക്കെ എത്തിയിരുന്നു. അതിൽ വലിയ രീതിയിലൊക്കെ ചർച്ച നടന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാത്രം ഈ KC വേണുഗോപാലിനെ കൊണ്ടുവരുമ്പോൾ അതിവിടുത്തെ ജനങ്ങൾ കൂടി അംഗീകരിക്കുക എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ടല്ലോ. ഘടകകക്ഷികളുടെ മാത്രം പിന്തുണയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശനെ മാറ്റി നിർത്താൻ കഴിയുമോ? അതാണ് പറഞ്ഞത്. ഒരു ജനതയുടെ ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് തട്ടിയെടുത്തുകൊണ്ട് പോയിട്ട് പിൻവാതിലിലൂടെ മുഖ്യമന്ത്രിയായിട്ട് കയറി വരിക. അല്ലെങ്കിൽ എന്തുകൊണ്ട് KC വേണുഗോപാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല? വളരെ ലളിതമായ ഉത്തരവല്ലേ. എന്നിട്ട് മത്സരിക്കുകയോ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടിയിലേക്ക് വരികയോ ചെയ്യാതിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെ 40-ലേറെ പേരുടെ പിന്തുണ കിട്ടുന്നു? അവിടെ അദ്ദേഹത്തിന്റെ ചോദ്യം തന്നെ വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് KC വേണുഗോപാൽ മാത്രം അങ്ങനെ പാർലമെന്ററി പാർട്ടിക്ക് പുറത്തു നിന്നൊരു പേര് വന്നിരിക്കുന്നു? മറ്റെത്രയോ MP-മാർ വേറെയുണ്ട്. സുധാകരനെ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഡൽഹിയിലേക്ക് പോയത്. അദ്ദേഹം എന്തു വന്നാലും മത്സരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരു കാരണവശാലും മത്സരിപ്പിക്കില്ല എന്ന് KC വേണുഗോപാൽ തന്നെയാണ് ഹൈക്കമാൻഡ്. ഇപ്പം രാഹുൽ ഗാന്ധിയുടെ ഉപദേശകന്റെ വേണുഗോപാലാണ്. അപ്പം എന്തു വന്നാലും മത്സരിക്കുമെന്ന് പറഞ്ഞു പോയ സുധാകരനെ മത്സരിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പിന്നെ KCയുടെ വക്കീലായി
കേരളത്തിൽ രംഗപ്രവേശം ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ആദ്യം രമേശ് ചെന്നിത്തലയായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത്. പക്ഷേ ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്ന കെ സുധാകരൻ പെട്ടെന്ന് KC വേണുഗോപാലിന്റെ പേരെടുത്തിടുകയാണ് ചെയ്യുന്നത്. അത് എന്താണ് ഈ എന്തു വന്നാലും മത്സരിച്ചിട്ടേ അടങ്ങൂ എന്ന് പറയുന്നത് ഡൽഹിയിലേക്ക് പോയ കെ സുധാകരൻ തിരിച്ച് എങ്ങനെ KC വേണുഗോപാലിന്റെ അഭിഭാഷകനായിട്ട് കേരളത്തിൽ വന്നു എന്നുള്ളത് നമുക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ പലരും പറയുന്നു KC വേണുഗോപാലാണ്. ഇപ്പൊ ചാനൽ ചർച്ചകളിലൊക്കെ ഓരോരുത്തർ പരസ്യമായിട്ട് പറയുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഫണ്ട് ഏർപ്പാടാക്കിയത് KC വേണുഗോപാലാണ്, അതുകൊണ്ടാണ് KC വേണുഗോപാലിനെ ഈ MLA-മാർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഉള്ള ഒറ്റ ചോദ്യമേ ഉള്ളൂ, അതായത് നമ്മുടെ ജനായത്തത്തിന്റെ നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ജനവിധി നേടിയിട്ട് ആ ജനവിധിയേക്കാൾ വലുതാണ് ഫണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഫണ്ടിന് മുകളിൽ ഇതിപ്പം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവുകയാണെങ്കിൽ ഫണ്ടിന് മുകളിൽ ഒരു ജനവിധിയും പറക്കില്ല എന്നുള്ളതല്ലേ കാണുന്നത്. അപ്പൊ അതിന്റെ ഉള്ളൊരു നാടകങ്ങളാണ്. ഇതിനെ ആരെ കാണിക്കാനാണ് ഈ നാടകം? ഒരു മുഖ്യമന്ത്രി 102 അംഗങ്ങളുള്ള ഒരു മുന്നണിയില് 63 അംഗങ്ങൾ കോൺഗ്രസിനുണ്ട്. അതിന്റെ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള ഒരു ശേഷി ഒരു പാർട്ടിയുടെ നേതൃത്വത്തിന് ഇല്ല എങ്കിൽ എങ്ങനെയാണ് ആ പാർട്ടിക്ക് പ്രാമുഖ്യമുള്ള ഒരു മുന്നണിക്ക് ഒരു ഗവൺമെന്റിനെ നയിക്കാൻ കഴിയുക? ഇത് സാധാരണ ഒരു വോട്ടറുടെ മുമ്പിൽ ഉണ്ടാകുന്ന ചോദ്യമല്ലേ. മാത്രമല്ല, പിൻവാതിലിലൂടെ വരുന്ന ഒരു മുഖ്യമന്ത്രി, ഈ പിൻവാതിലിലൂടെ വരുന്ന മുഖ്യമന്ത്രി എങ്ങനെയാണ് നാളെ ഈ സംസ്ഥാന സർക്കാരിലെ നീതിപൂർവമായി പ്രവർത്തിക്കാൻ കഴിയുക? അവിടെ എല്ലാവരും പറയുന്നത് ഫണ്ട് എത്തിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ക്ലെയിം എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഫണ്ട് അടിസ്ഥാന ഘടകമാകില്ലേ ഭരണത്തിലും? ഇത്തരം ചോദ്യങ്ങളാണ് കേരള ജനതയുടെ മുമ്പിൽ, ഈ പറഞ്ഞ പോലെ അപഹാസ്യരായി നിൽക്കുന്ന കേരള ജനതയുടെ മുമ്പിൽ. കോൺഗ്രസുകാരുടെ മാത്രം വോട്ട് കൊണ്ടല്ല ഇപ്പൊ ഈ 102 സീറ്റ് കിട്ടിയിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണ ആത്മാഭിമാനമുള്ള കണ്ട വൃത്തികേടുകൾക്കെതിരെ സാംസ്കാരികമായി പ്രവർത്തിക്കണമെന്ന് തോന്നിയ LDF-ൽപ്പെട്ട അല്ലെങ്കിൽ CPM-ൽപ്പെട്ടതും എല്ലാ വിഭാഗത്തിൽപ്പെട്ടതും ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരെ ഉള്ള ആ വൃത്തികേടുകൾക്കെതിരെയുള്ള ഒരു പ്രതികരണമായിട്ടാണ് കേരള ജനത ഇത്രയും വലിയൊരു വിജയം ഐക്യജനാധിപത്യ മുന്നണിക്ക് നൽകിയത്. അപ്പോ അങ്ങനെയെല്ലാം ഈ നമ്മളുടെ ഈ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയ നമ്മളുടെ ഗവൺമെന്റിനെ നമ്മളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് വെയ്പ്പ്. ഇതിപ്പോ നമ്മൾ ഒരു ഗവൺമെന്റിനെ വോട്ട് ചെയ്തു, പക്ഷെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിലുള്ള ഒരു വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാനത്തിന്റെ ജനതയുടെ മുഴുവൻ ജനവിധിയെ ഒരു വിലയും കൽപ്പിക്കാതെ ആ വോട്ട് ചെയ്ത ജനങ്ങളെ അപഹാസ്യരാക്കിക്കൊണ്ട് ഒരു നീതിയും ലഭിക്കില്ല എന്ന് ജനങ്ങളിൽ ഉറപ്പുവരത്തക്ക വിധം ഒരു വ്യക്തി ഈ ജനവിധിയെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ട് പിൻവാതിലിലൂടെ വരുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്. അതിന് ഹൈക്കമാൻഡ് കൂട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുൻ ഖാർഗെയുടെയും ഒത്താശയോടുകൂടി ഇവരെല്ലാം കൂടെ സംയുക്തമായി ചേർന്ന് തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് MP-മാർ മത്സരിക്കേണ്ട എന്ന് തീരുമാനിച്ചത്. അപ്പോൾ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. ഇത് ഗൂഢമായി ചെയ്ത ഒരു ആസൂത്രണമാണ്. ഞാൻ ഗൂഢാലോചന എന്നുള്ള പേര് ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഗൂഢമായി ഇവർ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു നാടകത്തിന്റെ അവസാന രംഗത്തിന്റെ തൊട്ടു മുമ്പിലുള്ള രംഗങ്ങളാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.